ഞാൻ ഈ പറയുന്നത് തമാശാക്കി പറയില്ല. ഇന്ന് ഇത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാലമാണ്. എത്ര സ്ഥലത്ത് സ്കൂൾ ബസ്സിലേക്ക് കുട്ടികളെ കയറ്റാൻ വേണ്ടി പോവാം, 2 ആഴ്ച കയറ്റാൻ വേണ്ടി പോയി, പിന്നെ ബസ് ഡ്രൈവർ മുളും കൂടി ചാടി പോവാണ്. അപ്പോൾ ഭർത്താവ് തല പറയാണ്, കുട്ടി ഈ അവിടെ കൊലായ്മ ഉണ്ടാകുമ്പോൾ എൻ്റെ കുട്ടീനെ ബസ് കയറ്റ ചെയ്യാണ്ട് പോയ പോലെ, എൻ്റെ അത്ര ആരോഗ്യം ഓൾക്കുണ്ടോ, കുട്ടീനെടുക്കുക അയ്യല്ലേ നല്ലത്. ഈ നമ്മളെ യുവതികളായ സുന്ദരികളായ പെണ്ണുങ്ങളെ കൂടി ബസ് ഡ്രൈവർ എടുത്തുക്കും, മീൻകാരെടുത്തുക്കും, ഇറച്ചിക്കാരൻ്റെ എടുത്തുക്കും, ജ്വല്ലറിക്കും, എഞ്ചിനീയർ എടുത്തുക്കും, തേങ്ങ പറിക്ക് കൊണ്ടിടത്തൊക്കെ ഇങ്ങനെ പറഞ്ഞയച്ചിട്ട് നമ്മളിങ്ങനെ പുരയിൽ ഉളുപ്പില്ലാതെ ഇരിക്കണ്ടല്ലോ. മനുഷ്യനാകുമ്പോൾ ഒരു മാന്യത വേണ്ടേ? ദീനിൻ്റെ നിയമങ്ങൾ നമ്മൾ വിശ്വാസികൾ വളരെ കാർക്കശ്യമായിട്ട് പരിപാലിക്കണമല്ലോ. അതിന് പുറമെ മനുഷ്യൻ്റെ സാമാന്യ ബുദ്ധി ഇതിലൊക്കെ എന്താ പറയാ? വീട്ടിൽ എന്തെങ്കിലും ഒരു പരിപാടി നടക്കുമ്പോൾ അവിടെ ദീനിൻ്റെ നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തിയിട്ട് ഏതോ സിനിമാ നടന്മാരുണ്ടാക്കി തീർത്ത സംസ്കാരം, അല്ലെങ്കിൽ പാശ്ചാത്യൻ്റെ ഉച്ഛിഷ്ടങ്ങൾ പേറിയിട്ട് അതുകൊണ്ട് കല്യാണം ഭംഗിയാക്കുന്ന, അതാണ് കല്യാണത്തിൻ്റെ കേമമെന്ന് ധരിച്ച ആളുകളൊക്കെ ഉണ്ടല്ലോ. എന്താ നമുക്ക് ഒന്ന് വിലയിരുത്തിക്കൂടെ? ശരീഅത്ത് മുഹമ്മദിലെ ചിട്ടകൾ എവിടെ പോയി? എന്നിട്ട് അതിൽ നിന്ന് ഉണ്ടാകുന്ന കുട്ടികൾ നമ്മൾ പറഞ്ഞേക്കായിരുന്ന കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? കാരണം കല്യാണ പരിപാടി തുടങ്ങിയത് ഇങ്ങനെയാണല്ലോ. നാട്ടുകാർക്ക് മൊത്തം പെണ്ണിനെ ഇരുത്തിയിട്ട് സ്റ്റേജിൽ ഇരുത്തുകയാണ്, പരസ്യമായിട്ട് പാൽ കുടിപ്പിക്കുകയാണ്. ആര്? നിസ്കാരത്താകുമ്പോഴുള്ള 5 ഹജ്ജ് ചെയ്ത ആചാര്യ തൻ്റെ 19-20 വയസ്സുള്ള മോളെ ഓപ്പണായിട്ട് സ്റ്റേജിൽ ഇരുത്തുക, ഇപ്പുറത്ത് ചെക്കനെ ഇരുത്തുക. ചെക്കൻ്റെ കൂടെ വന്ന ഒരു കൗമുണ്ട്, അത് മൃഗാണോ മനുഷ്യനാണെന്നും കൂടി പറയില്ല. രണ്ടും അല്ലാത്ത കോലത്തിൽ നിന്നാൽ പോത്തുമല്ല കുരങ്ങുമല്ല ഇടയിൽപ്പെട്ട ഒരു ജാതി. ഓല് കുപ്പായൊക്കെ കൂടിയിട്ട് ടൗസറും പൊണ്ടിച്ചിട്ട് ഇവിടെ സാസിൽ വന്നിരിക്കുകയാണ്. ഓരോ ആൾക്കാർ മൊബൈൽ ഇങ്ങനെ ഉയർത്തി പിടിച്ചിരിക്കുന്നത്. മുമ്പിൽ ഇരുന്നിട്ട് മേൽക്ക് പൊന്തിച്ചവനാണ് നാട്ടിൽ 2 പെണ്ണുങ്ങളെ ഗർഭമുണ്ടാക്കിയ ആൾ. ഓനെപ്പോൾ അത് വന്ന് വിളിക്കുന്നത്. അവിടേക്കൊക്കെ സ്വന്തം മോളെ പച്ചയിൽ വെച്ചു കൊടുത്തിട്ട് ഇവനെ കൊണ്ട് പാലും കുടിപ്പിച്ചിട്ട് എടുത്തോളയാടെന്ന് പറയാൻ വേണ്ടിയിട്ട് ക്യാമറക്കാരനെ വാടകയും കൊടുത്ത് കൊണ്ടുതന്നെ ഈ പള്ളി പോയിട്ട് 4 വരുതലാണ്ട് വരുതിയാൽ സ്വർഗം കിട്ടുന്ന കരുതിയാൽ. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അത്ര ഞാൻ പറയുന്നുള്ളൂ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ ചിന്തിക്കേണ്ടതാണ്. അവസാനിപ്പിക്കുന്ന സമയത്ത് ഇന്ന് ആയിഷ ഉമ്മയുടെ ഓർമ്മയിൽ പിരിയുമ്പോൾ ഒരു കാര്യം മാത്രമാണ് പറയാനുള്ളത്. ആയിഷ ബീവിയുടെ ധർമ്മമൊന്ന് ഓർത്തുകൊണ്ട് പിരിയണേ. ആയിഷ ബീവിയുടെ ധർമ്മം. ഒരിക്കൽ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു ആയിഷ ബീവിക്ക് 1,00,000 രൂപയാണ് ഹദിയായി കൊടുത്തയച്ചത്. 1,00,000 രൂപ. ഉമ്മമാരെ കേട്ടോളൂ, ഇത് കയ്യിൽ കിട്ടിയത് രാവിലെയാണ്. ആ സമയത്ത് ആയിഷ ഉമ്മയ്ക്ക് നോമ്പാണ്. ആയിഷ ബീവി അങ്ങ് പബ്ലിസിറ്റി ചെയ്തു, പാവങ്ങളുടെ ലോകത്തേക്ക് കടന്നു വന്നോ, എന്റെ കയ്യിൽ 1,00,000 രൂപയുണ്ട്, പാവങ്ങൾക്ക് തരാൻ തയ്യാറാണ്. ഈ വിളിയാളം കേട്ട പാവങ്ങൾ ആയിഷ ഉമ്മയുടെ വീടിന്റെ നാനാഭാഗത്തും അങ്ങ് തമ്പടിച്ചു. നോമ്പ് നോറ്റ ആയിഷ ബീവി രാവിലെ മുതൽ ക്യൂ ആയി നിൽക്കുന്ന പട്ടിണി പാവങ്ങളുടെ കൈകളിലേക്ക് പൈസ കൊടുക്കുകയാണ്. പെണ്ണുങ്ങൾ, കുട്ടികൾ ആയിഷ ബീവിയുടെ കയ്യിൽ നിന്ന് വന്നുകൊണ്ട് പൈസ വാങ്ങുകയാണ്. ളുഹർ ബാങ്ക് കൊടുത്തോ, നിസ്കരിക്കാൻ വേണ്ടി നിർത്തിവെച്ചോ, നിസ്കാരാനന്തരം പിന്നെയും കൊടുക്കൽ തുടർന്നു. അസർ ബാങ്ക് കൊടുത്തോ, അസർ വരെ കൊടുത്തോ, നിസ്കരിക്കാൻ നിർത്തിവെച്ചോ, പിന്നെയും കൊടുക്കൽ തുടർന്നു. ഇനി മഗ്രിബിന്റെ ബാങ്കാണ്. അപ്പോഴാണ് ആയിഷ ഉമ്മയ്ക്ക് കാരക്ക കൊണ്ട് നോമ്പ് തുറക്കാനുള്ളത്. പക്ഷേ നോമ്പാണെന്ന കാര്യം പോലും മറന്നുകൊണ്ട് എല്ലാ പൈസയും അങ്ങ് കൊടുത്തു. ഒരു ചില്ലിക്കാശ് മാത്രമേ മടിശീലയിലുള്ളൂ. അപ്പോഴാണ് അടിമപ്പെണ്ണ് വന്ന്, സേവനത്തിന് നിൽക്കുന്ന പെണ്ണ് വന്നുകൊണ്ട് പറഞ്ഞു, നോമ്പ് തുറക്കണ്ടേ ഉമ്മാ. അപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, നോമ്പ് തുറക്കണം, അതിനൊരൽപ്പം കാരക്കയും വെള്ളവും കൊണ്ടുവാ. അപ്പോഴാണ് അടിമപ്പെണ്ണ് പറഞ്ഞത്, ഉമ്മാ 1,00,000 രൂപ നിങ്ങൾക്ക് കിട്ടിയിട്ട് അത് മുഴുവനും മണിക്കൂറുകളെ കൊണ്ട് 1 രൂപയും ബാക്കി വെക്കാതെ മുഴുവനായി കൊടുത്തില്ലേ? വീട്ടിൽ കാരക്കയില്ല, മുന്തിരിയില്ല, 1,00,000-ൽ നിന്നൊരു 2 രൂപ ബാക്കി വെക്കുകയായിരുന്നെങ്കിലോ നോമ്പ് തുറക്കാൻ കാരക്ക വാങ്ങാമായിരുന്നില്ലേ? പഴങ്ങൾ വാങ്ങാമായിരുന്നില്ലേ? മുന്തിരി വാങ്ങാമായിരുന്നില്ലേ? അതിനു കൂടി നിങ്ങൾ പൈസ ബാക്കി വെക്കാതെ ഉള്ളത് മുഴുവനും വാരിക്കൊടുത്തില്ലേ? ഇനി എന്താണ് ചെയ്യുക? പച്ചവെള്ളം കുടിച്ചുകൊണ്ട് നോമ്പ് തുറന്ന ഉമ്മ
എന്നങ്ങ് കേട്ടപ്പോൾ ആയിഷ ബീവി, എന്നങ്ങക്ക് എന്നോട് പറഞ്ഞുകൂടായിരുന്നോ കാരക്കയില്ലാത്തത് എന്നൊന്നും പറഞ്ഞില്ല. മറിച്ച് ആയിഷ ഉമ്മ പറഞ്ഞു, എനിക്കൊരു 1,00,000 രൂപ കിട്ടിയപ്പോൾ അത് ഞാൻ സ്വതക്ക കൊടുത്തതോ ഞാൻ നോമ്പ് നോറ്റതോ എല്ലാം കയ്യിൽ കാശ് വെക്കാതെ പാവങ്ങളിലേക്ക് ക്ഷണിച്ചു വരുത്തി കൊടുത്തതോ എല്ലാം റബ്ബിന്റെ പൊരുത്തത്തിനും റബ്ബിന്റെ കൊട്ടാരത്തിനും റബ്ബിന്റെ ലിഖായിനും സ്വർഗത്തിന്റെ സുഖത്തിനും നരകത്തിന്റെ തീച്ചൂളയിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പരിശ്രമത്തിന്റെ ഭാഗമായാണ്. അതുകൊണ്ട് 1,00,000 ഞാൻ കൊടുത്തത് റബ്ബ് സ്വീകരിച്ചാൽ ഒരു കാരക്കയുടെ ചീളുണ്ടെങ്കിലും നരകത്തെ സൂക്ഷിക്കുക എന്നാണ് പുന്നാര ഹബീബ് പറഞ്ഞത്. ഞാൻ കൊടുത്ത പൈസയിൽ ഏതെങ്കിലും ഒരു രൂപ റബ്ബങ്ങ് അവന്റെ ഔദാര്യം കൊണ്ട് സ്വീകരിച്ച മോളെ, നാളെ എനിക്ക് കിട്ടാനുള്ളത് സ്വർഗത്തിലെ കാരക്കയാ, സ്വർഗത്തിലെ ഈത്തപ്പഴമാ, സ്വർഗത്തിലെ റുമ്മാനാ, സ്വർഗത്തിലെ ആപ്പിളാ, സ്വർഗത്തിലെ മുന്തിരിയാ, സ്വർഗത്തിലെ എലന്തമരമാണ്. ഇവിടെ എനിക്ക് പാനീയം കുടിക്കാൻ ഈ കാശില്ലാത്തത് കാരണത്താൽ കഴിഞ്ഞില്ലേലോ. ഈ കാശിന്റെ സ്വതക്കയുടെ ആനുകൂല്യം റബ്ബങ്ങ് സ്വീകരിച്ചുകൊണ്ട് എന്നെ സ്വർഗത്തിലെത്തിയാൽ അവിടെ എനിക്ക് കുടിക്കാൻ കിട്ടുന്നത് പുളിക്കാത്ത പാനീയമാണ്, വറ്റാത്ത മധുരത്തിന്റെ തേനുറവയിൽ നിന്നാണ്, നെയ്പ്പാട പൊന്തിക്കിടക്കാത്ത പാലാണ്, പുളിക്കാത്ത മുന്തിരിയാണ്, ചെയ്യാത്ത ആപ്പിളാണ്, സീസണിൽ മാത്രം ഇറങ്ങുന്ന മാങ്ങയല്ല. അതിലുണ്ട് മുന്തിരി തോട്ടവോറുമ്മാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനോ. ഹുദമത്തിനായി കാണാം അതിൽ ചില കൂട്ടുകള്, കാഴ്ചക്ക് തോന്നോ നല്ല കൗതുകമുത്തുകൾ. രോഗങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ, അസ്വാജുമൊത്തിട്ടപ്പോഴും ഉല്ലാസമാ. ഇവിടെ എന്ത് സുഖമാണുള്ളത്? വൈറസ് കൊണ്ട് വിറങ്ങളിക്കുന്നതിൽ മുതലാളിമാര് പെട്ടില്ലേ? ക്യാൻസർ പിടിച്ചുകൊണ്ട് പരീക്ഷിക്കപ്പെടുന്നവരിൽ പൈസ ഉള്ളവർ പെട്ടില്ലേ? അറ്റാക്കിൽ ബ്ലോക്കായി കടന്നുകൊണ്ട് ഒരു നീര് കുടിക്കാൻ കഴിയാതെ, മാങ്ങ കഴിക്കാൻ കഴിയാതെ, ജ്യൂസിന്റെ രുചി കുടിക്കാൻ കഴിയാതെ, ബിരിയാണി കഴിക്കാൻ കഴിയാതെ, അലോപ്പതിക്കാരൻ കൊടുക്കുന്ന ഒലക്ക വലുപ്പമുള്ള ഗുളിക കുടിച്ചുകൊണ്ട് സമയം പോക്കുന്നവരില് കോടികൾ കയ്യിൽ വെച്ച മുതലാളിമാരില്ലേ? ഇത് സുഖിക്കാൻ പറ്റുന്ന ലോകമല്ല. ഇവിടെ ക്യാൻസറിന്റെ ലോകമല്ലേ? പക്ഷിപ്പനിയുടെ, ഡെങ്കിപ്പനിയുടെ, പന്നിപ്പനിയുടെ, ചിക്കൻ പനിയുടെ, അതാ നിപ്പാ വൈറസിന്റെ ലോകമല്ലേ? വാലുകൾക്കുന്ന ചെറുപ്പക്കാരാ, വാലുകൾക്കുന്ന ഉമ്മമാരോ, സ്വർഗത്തിൽ ഡെങ്കിപ്പനിയില്ല, പക്ഷിപ്പനിയില്ല, നിപ്പാ വൈറസ് ഇല്ല, അത് പടർത്തുന്ന നനച്ചീറില്ല, ബ്രോയിലർ കോരയുടെ നാറ്റമില്ല, ചെമ്മരിയാടിന്റെ മണമില്ല, കാട്ടാനകളുടെ അക്രമമില്ല, മഴ പെയ്തിട്ടുള്ള പനിയില്ല, അവിടെ പാരയും പോരും മേഷണിയും ഭീഷണിയും അപമാനനിന്ദതയും ഇല്ല, അവിടെ സാഹിര്യങ്ങളില്ല, മോഷ്ടാക്കളില്ല, അവിടെ എതിർ സ്ഥാനാർത്ഥികളില്ല, പള്ളിയിൽ വെച്ചുകൊണ്ട് റമദാൻ മാസത്തിലും മടികൂടുന്ന ശത്രുക്കളില്ല, സിഹർ ചെയ്തുകൊണ്ട് കൊല്ലാൻ ശ്രമിക്കുന്നവരില്ല, അസൂയ കൊണ്ട് പാരവെക്കുന്നവരില്ല, പരസ്പരം വൈര്യമില്ല, വിദ്വേഷമില്ല, സംഘട്ടനമില്ല, സംഘർഷമില്ല. അതങ്ങ് തലയിൽ കയറിയ ആയിഷ റളിയല്ലാഹു തആല അൻഹ കയ്യിൽ കിട്ടിയത് മുഴുവനും സംഭാവന ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്ന ഉമ്മമാരെ, ഇന്നല്ലെങ്കിൽ നാളെ മരിച്ചുകൊണ്ട് ആരാളുമില്ലാത്ത ആറടിയുടെ ആഴിയില് സ്വന്തക്കാരാൽ നമ്മൾ താഴ്ത്തപ്പെടുമ്പോ സ്വർഗീയ റൈഹാൻ പൂക്കൾക്കിടയിൽ ആ കബറാകുന്ന മണ്ണർ ഒരു മണിയറയായി കിട്ടി സന്തോഷത്തോടെ കഴിഞ്ഞ് അവസാനം ഇസ്രാഫീൽ സൂറന്ന കാലത്തിലെതിയ മഹ്ശർ വൻസഭയിൽ അണിനിരന്നുകൊണ്ട് ആയിഷ ഉമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ട്, ഖദീജ ഉമ്മയുടെ കൂടെ നിൽക്കുന്നുണ്ട്, റാബിയത്തുൽ അദവിയായ കണ്ടുകൊണ്ട് സലാം പറയുന്നുണ്ട്, നഫീസത്തുൽ മിസ്രിയായുടെ കൈ പിടിച്ചുകൊണ്ടൊന്ന് ചുംബിക്കണ്ട്. മക്കൾ ഭർത്താവ് സമേതമായി കുടുംബസമേതം സ്വർഗീയ കൊട്ടാരത്തിലൊന്ന് കഴിയണ്ടേ.